എന്തൊക്കെയുണ്ട് വിശേഷം? നീ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ഇത് എന്താ വേറെ ഒരു സർപ്രൈസ് അല്ലേ? എന്തായാലും നീ വന്നേല്ലേ, ഒരു 2 ദിവസം കഴിഞ്ഞ് പോയാ മതി. 2 ദിവസവും? ഞാൻ ഒരാഴ്ചയും കഴിഞ്ഞാൽ പോവൂല. അടിപൊളി, വാ കുറച്ച് വിശേഷമൊക്കെ പറയാനുണ്ട്. സൂര്യ, ഇതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ചാരുലത. ഞാൻ എപ്പോഴും പറയാറില്ലേ ചാരു, ഇതാ. അവളെപ്പോഴും പറയാറുണ്ട് നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അല്ല ചാരുലതയ്ക്ക് സുഖമാണോ? സുഖം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ചായ എടുക്കാം. ഏട്ടനെ ഇവക്ക് മുകളിലെ ഗസ്റ്റ് റൂം ഒന്ന് കാണിച്ചു കൊടുക്ക്. ശരി. നീ ഇന്നലെ കണ്ടപ്പോ ഇങ്ങോട്ട് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ നീ എന്തായാലും ഇന്ദുവിനെ കാണാനല്ലേ വന്നതെന്ന് എനിക്കറിയാം, എന്നെ കാണാനല്ലേ. അതിപ്പോഴാണ് മനസ്സിലായത്. അല്ല എടി, ഇന്ദു ഇവിടെ ഉള്ള കാര്യം നിനക്ക് അറിയാവുന്നല്ലേ? അല്ല, നീ ഇവിടെ ഒരാഴ്ച നിൽക്കണം എന്നുള്ളത് ശരിക്കും സത്യമാണോ? പിന്നെ അല്ലാതെ. അവള് വിചാരിച്ചു വെച്ചേക്കണതേ ഞാൻ അവളെ കാണാൻ വന്നതെന്നാ. എനിക്ക് ശരിക്കും നിന്നെ കാണാതിരിക്കാൻ പറ്റില്ലെന്ന് നിനക്കറിയില്ലേ? എനിക്ക് അങ്ങനെ തന്നെ. പക്ഷെ നമ്മൾ രണ്ടുപേരും ഇവിടെ നിൽക്കുമ്പോൾ സൂക്ഷിക്കണം. അവർക്ക് ഇതുവരെ നമ്മളൊരു ഡൗട്ടും ഇല്ല. അവൾ ഇനി എന്തായാലും അറിയാനൊന്നും പോകുന്നില്ല. സൂര്യചേട്ടാ, ആ റൂമിന്റെ കീ എവിടെയാ വെച്ചേക്കുന്നേ? ആ കീ കിട്ടി. നീ ഒരു കാര്യം ചെയ്ത് ചായ എടുത്ത് വെക്കേ, ഞങ്ങൾ അങ്ങോട്ട് വരാം. സൂര്യചേട്ടാ, ചാരു വന്നപ്പോഴേ വലിയൊരു ആശ്വാസം പോലെ. കുറെ നാളായിട്ട് ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന പോലെ ആയിരുന്നു. എന്തായാലും നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് കൂട്ടായല്ലോ, അതുകൊണ്ട് എനിക്ക് സന്തോഷായി. അതുപോലെ നിന്റെ ഫ്രണ്ട് ആദ്യമായിട്ടല്ല നമ്മുടെ വീട്ടിൽ വരുന്ന, പിന്നെ മിണ്ടാതെ വേറെ നിവൃത്തിയില്ലല്ലോ. നീ ലൈറ്റ് ഓഫ് ആക്കുക, കിടക്ക്. ചാരു, നീ എന്തിനാ ഡോറിലൊക്കെ ഒന്ന്? എടി, അവള് താഴുണ്ട്, അവളങ്ങനെ കയറി വന്നോ? അവളങ്ങനെ കയറി വരൊന്നുമില്ല. അത് നിനക്ക് എത്ര ഉറപ്പും? അത് പിന്നെ ഞാൻ വൈകുന്നേരം കൊടുത്ത ജ്യൂസിലേ ചെറുതായിട്ട് കുറച്ച് സ്ലീപ്പിംഗ് പിൽസ് ഇട്ട് കൊടുത്തായിരുന്നു. രാവിലെ വരെ അവൾ എന്തായാലും കഴിക്കാൻ പോകുന്നില്ല. നീയാള് കൊള്ളാലോ. ഇപ്പൊ നിന്റെ പേടിയൊക്കെ മാറിയോ? എനിക്ക് പേടിയില്ല. നീ ഇന്നലെ നേരത്തെ ഇറങ്ങിയോടാ? ഞാൻ റൂമിൽ വന്നായിരുന്നു നിന്നെ നോക്കി. എനിക്ക് ഇന്നലെ നല്ല തലവേദന ആയിരുന്നു. ചെന്ന് കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇപ്പോഴും നല്ല ക്ഷീണമുണ്ട്. നീ ഇന്ന് പുറത്തെങ്ങാനും പോകുന്നുണ്ടോ? നമുക്ക് ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വരാന്ന് വിചാരിച്ചു. അയ്യോ, എനിക്കിന്ന് ബാങ്കിൽ ഓഡിറ്റിങ്ങാ, ഇന്ന് ലീവ് എടുക്കാൻ പറ്റൂല. സൂര്യചേട്ടൻ ഇന്ന് ഫ്രീ അല്ലേ? ഹലോ, എനിക്കും ഉച്ചവരെ ഒരു വർക്കുണ്ട്. അത് കഴിഞ്ഞ് അവളെ കൊണ്ടൊന്ന് ഷോപ്പിങ്ങിന് പോകാൻ പറ്റോ? കുഴപ്പമില്ല, വർക്ക് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം പതിയെ പോയാൽ മതി. അല്ല, അതുവരെ ചാരു ബോറടിച്ച് ഇവിടെ ഇരിക്കണ്ടേ? അല്ല, ഞാൻ മാനേജ് ചെയ്യാം. എടാ, നീ നേരത്തെ വന്നോ? ഞങ്ങളെ കുറെ ഷോപ്പിങ്ങിനൊക്കെ പോയി. ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കൊള്ളാൻ എനിക്ക് ഇഷ്ടമായി. ദാ ഇതേ സൂര്യചേട്ടൻ പറഞ്ഞു നിനക്ക് നല്ലോണം ചേരുമെന്ന്. നോക്കിക്കേ. നിങ്ങളെടുത്തല്ലേ, നന്നായിരിക്കും. അല്ല സൂര്യചേട്ടാ, ലേറ്റ് ആവാൻ ഒന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? അത് പിന്നെ ചാരുവിന് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു വന്നപ്പം താമസിച്ചു പോയതാ. ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അല്ല ചാരു, ഈ മാല ഇത് പുതിയതാണോ? നേരത്തെ നീട്ട് കണ്ടിട്ടില്ലല്ലോ. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചാടാ, അതാ നീ കാണാത്തെ. ഇതുപോലത്തെ ഒരു മാല ഞാൻ സൂര്യചേട്ടന്റെ ഫോണിൽ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നല്ലോ. അപ്പോ ഏതോ ക്ലൈന്റിനുള്ള ഡിസൈൻ ആണെന്നാണല്ലോ പറഞ്ഞത്. അത് പിന്നെ ഇപ്പം ഈ മോഡൽ മാലയാണല്ലോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട്. അപ്പം അങ്ങനെ നീ ബൈ ചാൻസ് വല്ലതും കണ്ടതായിരിക്കും.
ആ ആടാ, ഇത് ട്രെൻഡിങ്ങിലുള്ള മാല എല്ലാവരുടെ കയ്യിലും ഉണ്ട്, അങ്ങനെ ഞാനും വാങ്ങിച്ചത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. നീ എന്തായി കാണിക്കുന്നത്? അവൾക്ക് അവിടെ നോക്കിയാൽ നമ്മളെ കാണാൻ പറ്റും. നീ പോയി റൂമിൽ. അവളവിടെ തിരക്കില്ല. ആ ചാരു, നീ എഴുന്നേറ്റോ? ചായ എടുക്കട്ടെ? അവളെ എടുത്തോ, ഇങ്ങെന്താ വരുന്നേ? നിനക്ക് പ്രാന്താ? കുരിസല്ലേ? ചാരു, നിനക്ക് നാണുണ്ടോ? അവൾ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ നിന്റെ ഓവർ കോൺഫിഡൻസ് നമ്മൾ രണ്ടുപേരും കുഴിച്ചടിക്കും. എന്റെ സൂര്യചേട്ടാ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അവക്ക് നമ്മളൊരു സംശയമില്ല. പിന്നെന്താ? പിന്നെ നീ ഇപ്പോഴും ആ പണ്ടത്തെ പേടിച്ചോണ്ട് തന്നെ. ചാരു, എന്തൊരു പാവമാണ്. അവൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നിയെങ്കിൽ പിന്നെ അതോടെ തീർന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷെ എന്ന് പറഞ്ഞാൽ എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഷീ ഈസ് മൈ ലൈഫ്. ആരെങ്കിലും പഠിച്ചതാ? ഓഹോ, അവള് നിന്റെ ലൈഫാണല്ലേ? ഇത്രയും സ്നേഹിക്കുന്ന അവളുണ്ടായിട്ട് പിന്നെ എന്തിനാ നീ ഇന്നലെ രാത്രി എന്റെ റൂമിലോട്ട് കയറി വന്നത്? ഇത്ര സ്നേഹിക്കുന്ന അവളാണെങ്കിലേ ഞാൻ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കപ്പോ എന്താ അത് കണ്ട് ആസ്വദിച്ചത്? അതൊക്കെ പറ. അവൾ താഴെയുണ്ട്. എടി, എനിക്ക് തുടക്കത്തിൽ ഇതൊക്കെ നല്ല രസമായിട്ട് തന്നെ തോന്നിയോ, പക്ഷെ എനിക്കിനി പറ്റില്ല. നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. നീ കാരണം അവൾ എനിക്ക് നഷ്ടപ്പെട്ടാ പിന്നെ ഞാൻ വെറുതെ വിട്ടില്ല. എനിക്കേ പേടിയൊന്നുമില്ല. അവൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ എനിക്കൊരു പുല്ലുമില്ല. എനിക്ക് നിന്നെ വേണം സൂര്യചേട്ടാ. നിന്റെ ലൈഫേ ഇപ്പൊ എന്റെ കയ്യിലാ, അത് മറക്കണ്ട. അല്ല ചാരു, നീ എന്താ ഇത്ര നാളായിട്ടും കല്യാണം കഴിക്കാത്തെ? നിന്റെ ലൈഫിൽ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്റെ ലൈഫിൽ ആരും ഇല്ല. പിന്നെ ഇപ്പോഴത്തെ ആളുകളൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ. ആ, അത് നീ പറഞ്ഞ ശരിയാ. ചിലർക്കേ മറ്റുള്ളവരുടെ ലൈഫിലുള്ളതിനോടായിരിക്കും കുറച്ച് കൂടുതൽ താല്പര്യം, അല്ലേ സൂര്യചേട്ടാ? എങ്ങനെ പറയാ? അത് വേറൊന്നല്ല സൂര്യചേട്ടാ, നമ്മളിപ്പോ ഡെയിലി പത്രത്തിലെ ന്യൂസിലൊക്കെ കാണുന്നതല്ലേ, വിശ്വസിച്ച് കൂടെ കൂട്ടിയ സുഹൃത്തും അതുപോലെ തന്നെ നമ്മൾ ജീവന തുല്യ സ്നേഹിച്ച ഭർത്താവൊക്കെ പിന്നീന്ന് കുത്തുന്ന ആളാണ്. അതുകൊണ്ട് പറഞ്ഞതാ. നിനക്കെന്തെങ്കിലും? എനിക്കൊരൊറ്റ സംശയമുള്ളൂ ചാരു, നിനക്കൊരു ലൈഫ് വേണ്ടാത്തത് നിനക്കായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ടാണോ, അതോ എന്റെ ലൈഫിലുള്ളതിനെ നിനക്ക് വേണമെന്നുള്ളതുകൊണ്ടാണോ? സൂര്യചേട്ടാ, അവർക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നു. ആ ഡൈനിങ് ടേബിളിൽ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ കേട്ടില്ലേ? എനിക്കാണെങ്കിൽ ആകെ കൂടെ കൈയും കാലും വിറച്ചുപോയി. ഞാൻ അന്നേ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ നിന്റെ അമിത വിശ്വാസം നമ്മളെ കൊണ്ട് കുഴി ചാടിക്കുമെന്ന്. അവൾ എന്തെങ്കിലും അറിഞ്ഞാണോ? അറിഞ്ഞെങ്കിൽ എൻ്റെ കരിയർ, എൻ്റെ കുടുംബം എല്ലാം തകർന്നു. ഇനി ഒരൊറ്റ വഴിയുള്ളൂ. ഈ സംശയം തെളിവിലോട്ട് മാറുന്നതിന് മുമ്പ് നമുക്ക് നമ്മളെ വഴി നമ്മളെ മാറ്റണം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അതെ സൂര്യചേട്ടാ, ഒന്നിക്ക് ഞാൻ അല്ലെങ്കിൽ അവൾ. ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ആരും അറിയാതെ അവളെ ഇവിടെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. നാളെ തൊട്ട് അവളെ ഫുഡിൽ കുറച്ചായിട്ട് പോയിസൺ ആഡ് ചെയ്യണം. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും ഒരു ഹാർട്ട് അറ്റാക്ക്, അതോടെ തീർന്നോളൂ. എന്ത് ക്രിമിനൽ മൈൻഡാണ് നിന്റെ? എൻ്റെ ഇതുവരെ എന്തെങ്കിലും സംഭവിച്ചാ? നീ ഉദ്ദേശിക്കും പോലെ ഒന്നും അല്ല. എന്ത് ഞാൻ വിചാരിക്കുന്ന പോലെ അല്ലാന്ന്? ഓ, നിങ്ങൾ രണ്ടുപേരും എന്റെ പിന്നിൽ കളിച്ച നാടകത്തെ പറ്റിയായിരിക്കും അല്ലേ? അത് ഇന്നും എനിക്ക് മാപ്പ്. നീ എന്തിനാ ചാരു എന്നോട് മാപ്പൊക്കെ ചോദിക്കുന്നേ? നീ അന്ന് വന്നപ്പോഴല്ല, അതിനു മുന്നേ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കറക്കത്തെ പറ്റിയും നിങ്ങൾ ഹോട്ടലുകളിൽ പോയതിനെ പറ്റിയും
എല്ലാം വിവരം എൻ്റെ ഉണ്ടായിരുന്നു. അപ്പൊ നിനക്കിത് മുമ്പേ അറിയായിരുന്നോ? നിങ്ങൾ രണ്ടുപേരെയും ഇങ്ങനെ കൈയോടെ പിടിക്കാൻ വേണ്ടിയിട്ടാ നിന്നെ ഞാൻ ഇവിടെ എത്തിച്ചത് ചാരു. നീ എന്താ വിചാരിച്ചത് എന്നെ പറ്റിച്ച് ഇങ്ങോട്ട് വന്നതാണെന്നല്ലേ? ആ സൂര്യചേട്ടാ, നിങ്ങളുടെ പേരുള്ള ബിസിനസ്സും ഈ വീടും എല്ലാം എൻ്റെ അച്ഛൻ തന്ന കാശിന്റെ പുറത്ത് നിങ്ങൾ ഉണ്ടാക്കിയതാ. അപ്പോൾ നിങ്ങൾ എന്നോട് കാണിച്ച വിശ്വാസവഞ്ചനയ്ക്ക് എനിക്ക് തെളിവ് വേണമായിരുന്നു. എൻ്റെ വക്കീൽ എന്നോട് പറഞ്ഞതേ കോടതിയിൽ തെളിവുകളാണ് ആവശ്യമെന്ന്. അതുകൊണ്ട് കുറെ നാളായിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും അവിഹിത ബന്ധത്തിന്റെ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് ഞാൻ പിറകെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോ ആ തെളിവെല്ലാം എന്റെ വക്കീലിന്റെ കയ്യിലെത്തി കഴിഞ്ഞു. ആ പിന്നെ ഡിവോഴ്സിന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നാളെ രാവിലെ തന്നെ പേപ്പർ കയ്യിൽ കിട്ടും. സൈൻ ചെയ്ത് തന്നേക്കണം. പിന്നെ നിന്നോട് നിനക്ക് സൂചന വേണമെന്നല്ലേ പറഞ്ഞത്? നീ എടുത്തോ. പക്ഷേ ഇപ്പോൾ ഉള്ള ഈ പൈസക്കാരനായിട്ടായിരിക്കില്ല, വെറും തെണ്ടിയായിട്ടായിരിക്കും എന്നേ ഉള്ളൂ. അപ്പൊ ഗുഡ് നൈറ്റ്.